ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തുമണികൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് കേട്ടോ. ഒന്നല്ല രണ്ട് റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർ നാനിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ അടിപൊളി കോംബോ ആണ്. അപ്പോൾ നോമ്പിനൊക്കെ പത്തിരി കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പിന് ഒരു കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുത്ത ശേഷം ഇതൊരു 5-6 മിനിറ്റ് നേരം ഒന്നങ്ങ് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് അലിഞ്ഞ് വരാനും വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുന്ന സമയത്ത് ഈസ്റ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും പഞ്ചസാരേൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൻ്റെ നനവുകൊണ്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇതിന് പകരം വെള്ളത്തിന് പകരമായിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് പാലെടുത്തത് ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തപ്പോൾ ലാസ്റ്റ് കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ച് വെക്കരുത്. ഒരിത്തിരി ബലത്തിൽ തന്നെ കുഴച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റുള്ളൂ. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് നല്ലോണം ലൂസായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ. ഞാനിതപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ആയി പോകാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബൗൾ മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഡബിൾ സൈസായിട്ടൊന്ന് പൊന്തി വരും. അതുകൊണ്ടാണ് ബൗളൊന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരുവേ. ഇതാണ്ടോ ഇത്രയും പാല് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് പാലെടുത്തതിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് മൂടി കൊടുക്കണം. ക്ലീൻ റാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞൊരു കോട്ടൺ ടവൽ മുകളിൽ വിരിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിത് അതിനായിട്ട് ഇവിടെ ഒരു 650 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതെല്ലാം ഓവർനൈറ്റ് വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. ഒട്ടും സമയമില്ലാത്തൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ നമുക്ക് കറി വെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേദിവസം വെക്കുക. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ചാലും മതി കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനെ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ചിക്കനിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരും, അതിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് വേവും ചെയ്യും. എന്നിട്ട് വെള്ളം ഇറങ്ങി വന്ന ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം അങ്ങ് വറ്റി കിട്ടും. ശേഷം ഇതുപോലെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ ചിക്കനിൽ ഒന്നുകൂടി ഇറങ്ങി വരും. അതുപോലെ നമ്മൾ മൂടി വെച്ചതുകൊണ്ട് തന്നെ ഇതിലത്തെ വെള്ളം വറ്റില്ല, കുറച്ച് വെള്ളം അതിലുണ്ടായിരിക്കും. അപ്പം മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലത്തെ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിട്ട് നമുക്കിത് കിട്ടും. ഇതപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റണം. ചിക്കൻ മുഴുവനായിട്ട് അതൊന്ന് കോരി മാറ്റി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടാവും. ആ ഓയിലിലേക്കാണ് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ ആണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-20 കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിന് പകരം ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു സവാള, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കളറ് ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ പുതിനയില ഉള്ളവർ ഒരു 2-3 ഇല പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പച്ചമുളക് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് നോക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറി നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ട് കിട്ടുക. അതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് വാടി വന്നപ്പോൾ അത് ഞാൻ ഇതിന്ന് പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിതപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ, അതിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാനത് ചെയ്യുന്നത്, നിങ്ങൾ ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനായിട്ടുള്ള കുരുമുളക് പൊടി, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓണാക്കി കൊടുക്കുന്നതിന് മുമ്പ് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട ശേഷം ആ എണ്ണയിലിട്ടിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കണം. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഒരു വലിയ സവാള ക്യൂബ്സാക്കി കട്ട് ചെയ്തതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഒന്നങ്ങ് വഴന്ന് വന്ന സമയത്ത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഒന്നങ്ങ് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സവാള ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കൂടെ ആ പൊടികളുടെയൊക്കെ കൂടെ കിടന്നിട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായിട്ട് എടുക്കരുത്, കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാലായിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കൈ എടുക്കാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോലെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ നമ്മളിത് കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി ഒന്ന് നല്ലോണം തിള വരുന്നത് വരെ ഒന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് തിള വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ചിക്കനും ഈ കറിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയിലൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് വെന്തിരിക്കുന്ന ചിക്കനാണ്, ഇനി വേവാനായിട്ടൊന്നുമില്ല. ഈ ചിക്കനും കറിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ അത്ര മാത്രം മതി കേട്ടോ.
അപ്പോൾ 6 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ നാനും ഈ ചിക്കൻ കറിയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബട്ടർ നാനിൻ്റെ കൂടെ മാത്രമല്ല, ഏത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിലും അടിപൊളിയാണ്. അതുമാത്രമല്ല അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ നാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. 2 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഡബിൾ സൈസായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് ഒരുപാട് ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ബൗളിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോവും. പിന്നെ നമുക്ക് ബട്ടർ വേണം. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പീസ് ഇതുപോലെ 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നും അതുപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരളവിന്ന് ഒരു 6 ബട്ടർ നാനാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർ കൂടുതലായിട്ട് മാവെടുത്ത് കുഴച്ചുണ്ടാക്കിയാൽ മതിയേ. ഇതിപ്പോൾ ഞാൻ മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, ചെറിയൊരു കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അങ്ങനെ പൊള്ളച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ മാവ് കുഴച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുത്തത് ഓരോന്നും ഇതുപോലെ ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാനായിട്ട്. സാധാരണ ചപ്പാത്തി പത്തിരിയൊന്നും ചുട്ടെടുക്കുന്ന അത്രയും വേഗം നമുക്കിത് പൊള്ളി കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇത് പൊന്തി വന്നു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ബട്ടറും മല്ലിയിലയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുക. ഒരു സൈഡ് തേച്ച് കൊടുത്ത ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലും അതേപോലെ തന്നെ തേച്ച് കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ചട്ടിയിൽ നിന്ന് അങ്ങനെ പനന്നെടുത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു കാസറോളിൽ ഇട്ട് അടച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ ബലം വെച്ച് പോവും, ഡ്രൈ ആയിട്ട് പോവും. അതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാം അതും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഈ ബട്ടർ നാനിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നോമ്പിന് ഒരുപാട് ദിവസങ്ങളായിട്ട് പത്തിരിയും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബട്ടർ നാനിൻ്റെയും ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.